ദൈവത്തിന്റെ മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 23-ാം വാക്യം. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി, തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. തന്റെ പിതൃദേശത്തിലേക്ക് മടങ്ങി വരുന്ന യാക്കോബ് യാബോക്ക് കടവിൽ തനിച്ചാകുന്ന സന്ദർഭമാണ് ഈ പാഠഭാഗം. എന്തിന് യാക്കോബ് തനിച്ച് അവിടെ ശേഷിക്കണം? ഒപ്പം ആരെയെങ്കിലും കൂട്ടിക്കൂടായിരുന്നോ? മക്കളുണ്ട്, ദാസീദാസന്മാരുണ്ട്, കായിക ബലമുള്ളവരും ഒക്കെ ഉണ്ടല്ലോ. അവരിൽ നിന്ന് ആരെയും കൂട്ടാതെ എന്തുകൊണ്ടായിരിക്കും തനിച്ച് നിന്നത്? ഇപ്രകാരം നിൽക്കുന്നതിന് ഒരു കാരണമുണ്ട്. താൻ ആരെയാണോ അഭിമുഖീകരിക്കുവാനായിട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുക്കുന്നത്, ആ വ്യക്തി, അതെ, തന്റെ ജ്യേഷ്ഠനായ ഏശാവ് 400 പേരെയും കൂട്ടിക്കൊണ്ട് തനിക്കെതിരെ വരികയാണ്. എന്താണ് ഈ വരവിന്റെ കാരണമെന്നറിയാതെ യാക്കോബ് ഭയപ്പെടുന്നുണ്ട്. ഈ ഭയത്തിന്റെ പിന്നാലെ യാക്കോബ് ചെയ്യുന്നത് മക്കളെയും കുടുംബത്തെയും ദാസീദാസന്മാരെയും ഒക്കെ 2 കൂട്ടമായി തിരിച്ച് അവരെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ക്രമീകരിക്കുന്നുണ്ട്. ശേഷം യാബോക്ക് കടവിൽ താൻ തന്നെ ശേഷിക്കുന്നു. സംഭവിക്കുന്നത്, ഒരു പുരുഷൻ വന്ന് ഇദ്ദേഹത്തോട് മല്ല് പിടിക്കുന്നു. 3 കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കാം. എന്തിന് നാം തനിച്ചാകണം? ദൈവത്തെ കണ്ടുമുട്ടാൻ നാം തനിച്ച് ആകണം. ഒരു പുരുഷൻ ഇങ്ങോട്ട് വന്ന് യാക്കോബിനോട് മല്ല് പിടിച്ചു എന്നാണ് തുടർന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് 24-ാം വാക്യത്തിൽ. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. വീണ്ടും താഴോട്ട് പഠിക്കുമ്പോൾ യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറയുന്നു. ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ നാം ചില ഇടങ്ങളിൽ ഇത്തരത്തിൽ തനിച്ചാക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. നാം തനിച്ചാക്കപ്പെടുന്നത് ദൈവം നമ്മോട് കൂടെ ഇല്ലാത്തത് കൊണ്ടല്ല, മറ്റെല്ലാവരെയും നമ്മിൽ നിന്ന് അകറ്റി നമ്മിലേക്ക് ദൈവം ഇറങ്ങി വരുന്നതിന് വേണ്ടി നമ്മെ ചില ഇടങ്ങളിൽ ദൈവം തനിച്ചാക്കുന്നുണ്ട്, അല്ലെങ്കിൽ തനിച്ചാകുന്ന സാഹചര്യങ്ങൾ ദൈവം ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, അത്രമേൽ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടും അത്രമേൽ നമ്മോട് അടുത്തു വരുന്നതിന് വേണ്ടിയും ആണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. 2, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് തനിച്ചായ യാക്കോബ് പറയുകയാണ്. താൻ തനിച്ചായിരുന്നപ്പോൾ തനിക്ക് ഒപ്പം വന്ന് മല്ല് പിടിക്കുന്ന ആ വ്യക്തിയോട് യാക്കോബ് പിന്നെ ആവശ്യപ്പെടുന്നത്, എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. തുടവുളുക്കിയിട്ടും സ്വാതന്ത്ര്യത്തോടെ മല്ല് പിടിക്കുവാനായിട്ട് കഴിയാതെ വന്നിട്ടും പിടിവിടാതെ ഇങ്ങനെ വാഞ്ചയോടെ, വല്ലാത്തൊരാഗ്രഹത്തോടെ, ഒരൊറ്റ ആഗ്രഹം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല എന്ന് പിടിവാശിയോടെ ആ പുരുഷനോട് മല്ല് പിടിച്ചു കൊണ്ട് നിൽക്കുന്ന യാക്കോബ് ആവശ്യപ്പെടുകയാണ്. ദൂതൻ കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉഷസാകും, എന്നെ വിടുക എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതാണ്: എന്നെ അനുഗ്രഹിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. പ്രിയമുള്ളവരെ, അനുഗ്രഹം ലഭ്യമാകുവാൻ ചിലയിടങ്ങളിൽ നാം ഇങ്ങനെ ഈ ലോകപരമായി തനിച്ചാക്കപ്പെടുകയും ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരുമിച്ച് വരികയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. 3, എന്തുകൊണ്ട് തനിച്ചാക്കപ്പെട്ടു? യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുവാൻ തനിച്ചാക്കപ്പെട്ടേ മതിയാവൂ. യാക്കോബ് സൂത്രശാലിയാണ്, ഉപായിയാണ്, കുതികാൽ പിടിച്ചവനാണ്. എന്നാൽ ഇസ്രായേൽ ദൈവം ഭരിക്കുന്നവൻ, അല്ലെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചവൻ എന്നൊക്കെയാണ് അർത്ഥം. പ്രിയമുള്ളവരെ, പഴയത് മാറി പുതുക്കപ്പെടുവാൻ ചിലയിടങ്ങളിൽ നാം തനിച്ചായേ മതിയാവൂ. ഇവിടെ പാപത്തെയും ലോകത്തെയും ജയിച്ച് ദൈവം നൽകുന്ന പുതിയ പേര് നാം സ്വീകരിക്കുവാൻ ഇത്തരത്തിൽ തനിച്ചാക്കപ്പെടണം. പുതിയ പേര് നേടിയെടുക്കുവാൻ നാം ഇത്തരത്തിൽ തനിച്ചാക്കപ്പെടണം. വെളിപാട് പുസ്തകത്തിൽ 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ജയിക്കുന്നവനാണ് പുതിയ പേര്. ഇവിടെ യാക്കോബ് മല്ല് പിടിച്ച് ജയിച്ചു. അതായത് അവന്റെ പഴയ സ്വഭാവത്തെ മാറ്റി ഒരു പുതിയൊരു രീതിയിലേക്ക്, പുതിയൊരു തലത്തിലേക്ക് യാക്കോബ് പണിയപ്പെടുകയാണ്. ആ മൽപ്പിടുത്തമാണ് അവിടെ നടക്കുന്നത്. ദൈവവുമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയെ ജാഗരിച്ചുകൊണ്ട് ദൈവത്തോട് മല്ല് പിടിക്കുമ്പോൾ അവന്റെ പഴയത് മാറി അവൻ ജയിച്ച് പുതിയ പേരിന് അവകാശിയായിട്ട് തീരുന്നു.
അവൻ മല്ലുപിടിച്ച കടവിന്റെ പേര് യാബോക്ക് എന്നാണ്. എന്റെ അർത്ഥം ഒഴുക്കിക്കളയുക, ശൂന്യമാക്കുക എന്നൊക്കെയാണ്. അതിനുശേഷം ആ ഇടത്തെ യാക്കോബ് വിളിക്കുന്ന ഒരു പേരുണ്ട്, പെനിയേൽ, ദൈവത്തിന്റെ മുഖം, അല്ലെങ്കിൽ ദൈവത്തെ മുഖാമുഖമായി കണ്ട ഇടം എന്നൊക്കെ അതിനർത്ഥം കണ്ടെത്താം. അതായത് ആ രാത്രിയിൽ യാബോക്ക് എന്ന ഇടത്ത് അവൻ തനിച്ചാകുമ്പോൾ അവന്റെ പഴയതൊക്കെയും ശൂന്യമാക്കി ഒഴുക്കിക്കളഞ്ഞിട്ട് പുതിയതൊന്ന് സ്വീകരിക്കുന്നു, ദൈവത്തിന്റെ മുഖം. പ്രിയമുള്ളവരെ, മടങ്ങി വരവിൽ ഈ ഒരു അനുഭവം നമുക്കും അനിവാര്യമാണ്. ദൈവം നൽകുന്ന പുതിയ പേര് അത് ജയിക്കുന്നവരാണ് ലഭിക്കുന്നത്. ജയിക്കുവാൻ ചിലയിടങ്ങളിൽ തനിച്ചാക്കപ്പെടണം. അവിടെ നാം ദൈവത്തെ മുഖാമുഖം കണ്ടേ മതിയാവൂ. ആ ആഗ്രഹത്തോടും വാഞ്ചയോടും മല്ല് പിടിക്കേണ്ടിയിരിക്കുന്നു. അനുഗ്രഹിച്ചല്ലാതെ നിന്നെ വിടില്ല എന്ന വാശിയോടും വാഞ്ചയോടും ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ നമുക്ക് കഴിയണം. എഴുന്നേൽക്കുമ്പോൾ, ജയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പുതിയ ഒരു പേരാണ്, ഇസ്രായേൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ വിനയപ്പെടുന്നു. പഴയതിനെ ത്യജിച്ച് നീ നൽകുന്ന പുതിയത് നേടിയെടുക്കുവാൻ തനിച്ചായേ മതിയാവൂ എന്ന് അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, ലോകത്തിരക്കുകളുടെ ഇടയിൽ കർത്താവെ നിന്റെ പാദപീഠത്തിൽ തനിച്ചിരിക്കുവാൻ സമയം കണ്ടെത്തുന്നതിന് അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളിൽ ചൊരിയുകയും ദൈവമേ, ഞങ്ങളുടെ പഴയതിനെ ഉപേക്ഷിച്ച് അങ്ങ് നൽകുന്ന പുതിയ പേര്, ജയിക്കുന്നവന് നൽകുന്ന പേര് സ്വീകരിപ്പാൻ തക്കവണ്ണം പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ആമേൻ.